ഹലോ ആൾ മെമ്പേഴ്സ്. എൻ്റെ പേര് രതീഷ് രവി എന്നാണ്. എൻ്റെ സ്വദേശം ട്രിവാൻഡ്രം ജില്ലയിൽ അങ്ങാറ്റം പാറശാല. പാറശാല അങ്ങാറ്റം റോഡിന്റെ അങ്ങാറ്റം റോഡിന്റെ അപ്പുറം തമിഴ്നാട്, ഇപ്പുറം കേരള. അതാണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയാൻ വന്ന കാര്യം ആദ്യം ഞാൻ പറയാം. പിന്നെ എന്നെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ചെയ്തത് നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ ശ്രീനിവാസ സാറ്. ഞാൻ ഇന്ന് പുള്ളിയെ ബഹുമാനത്തോടെ കാണുന്നത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്, രക്ഷപ്പെട്ടിട്ടുമുണ്ട്, അതുപോലെ പൊട്ടിയിട്ടുമുണ്ട്. അപ്പൊ ആ സാറുമായിട്ടുള്ള ഒരു 5-6 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. ഷൊർണൂറുള്ള ശ്രീനിവാസ് സാറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ഞാൻ ചെയ്യാറുണ്ട് ട്രേഡിംഗ് എല്ലാം. ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രേഡിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. നമ്മള് മുടക്കിയ മുതല് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പൊട്ടും, കിട്ടി സ്വപ്പം കഴിയുമ്പോഴത്തേക്ക് പൊട്ടാറുണ്ട്. അതിന്റെ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിച്ചത് ഈ ഒരു കേസിൽ ഗ്രാവിറ്റി മെറ്റീരിയൽ നല്ലൊരു അടി കിട്ടി. അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഗ്രാവിറ്റി മെറ്റയ്ക്കകത്ത് എനിക്ക് നല്ലൊരു അടി കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഞാൻ ഒന്നാമത് ഗ്രൂപ്പിലൊന്നും മെസ്സേജ് ഞാൻ ഇടുന്ന വ്യക്തിയല്ല. കാര്യം ഞാൻ ഇവിടെ അൽമിറയിലാണ്, ഇവിടെ സൗദി അറേബ്യയിൽ അൽമിറ വർക്ക് ചെയ്ത വ്യക്തിയാണ്. നമുക്ക് 100,000 പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഉണ്ട്. പിന്നെ ആ, അപ്പൊ നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ഓരോ ആൾക്കാർ ഇങ്ങനെ ഇടുന്ന കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ പഠിച്ച അതിന്റെ ഒരു എന്റെ ഒരു അഭിപ്രായം വെച്ച് നമ്മൾ ആരും ഇതിനകത്ത് പോലീസ് കേസിനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. കുറച്ച് സാറന്മാരും രാവിലെ പറഞ്ഞിരുന്നു, അതുപോലെ ഞാനും പറയുന്നതല്ല. പോലീസ് കേസുമായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. പോലീസ് കേസ് കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആര്? റിയാസും ഈ യഹിയാത്തും എന്ന് പറഞ്ഞ ടീം. എനിക്ക് റിയാസിനെ എനിക്ക് അറിയില്ല, യഹിയാത്തിനെ എനിക്കറിയാം. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്തൊരു വ്യക്തി, എന്നെ തൃശ്ശൂറുള്ള വ്യക്തി തന്നെ. കാരണം എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന തൃശ്ശൂർ റെയിൽവേയിലാണ്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തന്നെ ടീമിനെ വിളിച്ചു പറഞ്ഞു, ഇത് യവ പ്രതാപൻ എന്റെ പൊട്ടിയില്ലേ, നമ്മളെ ഹൈറിച്ച് പ്രതാപനോട്ടൊക്കെ ലിങ്കുള്ള ടീമാണ്, നോക്കി പാത്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞ് എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷൊർണൂറുള്ള ഇന്ന സാറാണ് ചെയ്യുന്നത്, കുഴപ്പമില്ല, അവർക്ക് അത് നോക്കിയിട്ടല്ലേ ചെയ്യത്തുള്ളൂ എന്നുള്ള ലെവലിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിലേക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങി. അങ്ങനെ പോയത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയല്ല, കിട്ടാതെ കിട്ടുന്ന പറയല്ലോ, കിട്ടുന്ന നല്ലപോലെ വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ ഒരു 10,000 USD മുകളിൽ എനിക്കുണ്ട്. ലാസ്റ്റ് ഘട്ടത്തിൽ കിട്ടിയത്, ലാസ്റ്റ് ഒരു 2 ലക്ഷം രൂപ ചെയ്ത് നല്ല പണി കിട്ടി. അപ്പൊ തന്നെ പണിയായി. ഇപ്പൊ അതിൽ ഞാൻ പെട്ടുപോയി. മൊത്തത്തില് എന്ത് പറയാനാ, പിന്നെ പ്രവാസി ആയതുകൊണ്ട് പിടിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് പറയാനുള്ള ഒരൊറ്റ മെസ്സേജ് എന്തെന്നറിയാമോ? പോലീസ് കേസിന് പോകരുത്. പിന്നെ നിങ്ങൾക്ക് കൈത്തണ്ടം, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ റിയാസിന്റെ വീട് വെക്കുന്ന സ്ഥലം, യഹിയാത്തിന്റെ സ്ഥലം, ലൊക്കേഷനൊക്കെ ഞാൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ടീം എനിക്ക് എന്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, എന്റെ സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിലെ പാറശാലയാണ്. എന്നാൽ പോലും ഇവന്റെയൊക്കെ ലൊക്കേഷൻ മൊത്തം ട്രേസ് ചെയ്യേണ്ട കപ്പാസിറ്റി എനിക്കുണ്ട്. ഞാൻ പ്രവാസി, ഇപ്പൊ ഞാൻ സൗദിയിലാണ് ഉള്ളത്. ഉള്ള അപ്പം അത് എല്ലാരും കൂടെ പോയാൽ നടക്കത്തില്ല. മനസ്സിലായില്ലേ? ഇവരൊക്കെ എടുത്ത് ഇപ്പൊ ദുബായ് എന്ന് വെച്ചാൽ, ഈ ദുബായിലെ സൗദിയെ പോലെ നിയമമുള്ള രാജ്യമല്ല ദുബായ്. ഫ്രീ ആണ്. ദുബായ് പോയി കഴിഞ്ഞാൽ എന്താ, ആളെ പിടിക്കാൻ പറ്റത്തില്ലയോ? ദുബായിൽ പോയാൽ ആളെ പോയി പിടിക്കാം. സൗദിയിലും കുവൈറ്റിലും മാത്രമേ ആ നിയമമുള്ളൂ. അവിടെ കയറി പിടിക്കണമെങ്കിൽ പ്രൊസീജിയർ ഉണ്ട്. സൗദി, കുവൈറ്റ്, ബാക്കി ഒരു രാജ്യത്തും നിയമമില്ല. ഒമാനിൽ പോവാം, ബഹ്റിനിൽ പോവാം, ദുബായിലും പോവാം. അവിടെ പോയിട്ടും പ്രതിയെ പിടിച്ചുകൊണ്ട് നമുക്ക് താഴെ കൊണ്ടുവരാം. പിന്നെ ഇവിടുത്തെ വീടൊക്കെ വെച്ചിട്ട് ആരും ഒന്നും പോകത്തില്ല. കപ്പാസിറ്റി ഉള്ള നിങ്ങൾക്ക് നാട്ടിലുള്ള വ്യക്തികളല്ല, ഞാനിപ്പോ സൗദി അറേബ്യയിലാണ് ഉള്ളത്. നിങ്ങളുടെ നാട്ടിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ അവർക്ക് കൊടുക്കുന്നില്ല. ഇപ്പൊ രാവിലെ നമ്മളെ ശ്രീവാസ് സാറ് പറഞ്ഞു, വേറെ ഒരു സുജീത് സാറാ, കൊത്ത ആൾക്കാർ പറഞ്ഞു, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയം കൊടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങളൊക്കെ പറയുന്ന സമയം അവർക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പോയ പൈസ തിരിച്ചു കിട്ടാൻ പോണില്ല എന്ന്. എന്റെ പേര് രതീഷ് രവി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലക്കാരനാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നതല്ല, നിങ്ങളെ മനസ്സിനെ സന്തോഷം, നിങ്ങളെ ഇതില്ല ഡൗൺ ആക്കുന്നതല്ല. കാര്യം ഇതേപോലെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെടുത്തി 10-25 വർഷം കൊണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ബന്ധപ്പെടുത്തി പോകുന്ന വ്യക്തിയാണ്. പൊട്ടിയതില്ല, തിരിച്ചു വരാൻ ആരോട് പറ്റത്തില്ല. കാര്യം നമ്മളെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഇനി ഈ കമ്പനി കൊണ്ട് ഇടുവോ?
പൈസ ഇടത്തില്ല. ഇടത്തില്ല. അപ്പൊ അത് പുതിയ ട്രാക്കിലേക്ക് മാറും. അപ്പൊ ഞാൻ എന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ സൊല്യൂഷൻ ഞാനിപ്പോ പച്ചയ്ക്ക് പറയാണ്. എന്റെ സൊല്യൂഷൻ എനിക്കിപ്പം ഞാനൊരു 9,000 യൂണിവേഴ്സിറ്റി നിക്ഷേപിച്ചിട്ടുണ്ട്. എനിക്കൊരു അതൊരു 4,000 തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഈ റിയാസിനെയോ യഹിയന എന്റെ സ്വന്തം റിസ്കിൽ എടുത്തു വെക്കും. അവന്റെ കുടുംബത്തിൽ പോയിട്ട് സ്വന്തം റിസ്കില് അതിൽ എന്റെ പ്രൊമോട്ടറായ ശ്രീയോ സാറിനെ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോകത്തില്ല. സ്വന്തം റിസ്കിൽ എടുത്തു വെക്കാൻ പറ്റും. ഗുണ്ടാ സെറ്റപ്പിലെങ്കിൽ ഗുണ്ടാ സെറ്റപ്പില് വെട്ടെങ്കിൽ വെട്ട്, കുത്തെങ്കിൽ കുത്ത്. അതിന് കപ്പാസിറ്റി എനിക്കുള്ള വ്യക്തിയാണ് ഞാൻ. അതിനുള്ള കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ്. രാഷ്ട്രീയവും പൊളിറ്റിക്സും എന്തിനും ചാവാനും പേടിയില്ല. പിന്നെ എല്ലാം മുസ്ലിംസ് ആണ്, കുഴപ്പമില്ല. തൂത്ത് ഈ സമയത്ത് അടിച്ചാലേ ഒന്നാമത് നമ്മളെ പാകിസ്ഥാന്റെ കേസ് അറിയാലോ, അവിടെ മൊത്തം അടിച്ചിക്കല്ലേ. ഈ സമയത്ത് ഏമാരെ തൂക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർക്കാരും നമുക്ക് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു വിഷയമുള്ള കേസല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്ത് തന്നെ പോണം. പറഞ്ഞ മനസ്സിലായല്ലേ? ഏഹ് അതുകൊണ്ട് ഞാൻ എന്റെ പൈസ, എന്റെ ക്യാഷ് എനിക്കിപ്പോ എന്നെ പ്രൊമോട്ട് ചെയ്ത ആ പുള്ളിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പുള്ളി ഒരു പാവത്താനാ. എന്നെ പ്രൊമോട്ട് ചെയ്ത വ്യക്തി വന്നിട്ട് ഒരു പാവപ്പെട്ട വ്യക്തിയാണ്. ആ പുള്ളിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ തന്നെ ഞാൻ ചെയ്യും. എന്റെ കഴിവുകൊണ്ട് അതിനിപ്പോ എത്ര ലക്ഷം മുടക്കിയാലും ഇപ്പം എനിക്ക് പോയത് 10-20 വന്നാൽ പോലും ഞാൻ അത് തന്നെ ചെയ്യും. അതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം, കുഴപ്പമില്ല. റിയാസിനെയും യഹിയെ എടുത്തു വെച്ച സംഭവം പൈസ കിട്ടും. എവിടെ ചാടാനാ? എൻകൗണ്ടർ. ഇപ്പൊ ഇനി ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെല്ലാം കേരളത്തുകാരല്ലേ? നിങ്ങളെല്ലാവരും കേരളത്തുകാരാണ്. എന്റെ സ്ഥലം തമിഴ്നാടാ, കന്യാകുമാരി ജില്ലയാണ്. ഞങ്ങളെ പോലീസിന് ഒരു വകുപ്പുണ്ട്, എൻകൗണ്ടർ. അറിയാമോ? ഈ ഈ പൈസ തട്ടിപ്പോയിട്ട് ബന്ധപ്പെടുത്തി എൻകൗണ്ടർ സിസ്റ്റം ഉണ്ട്. പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വെടിവെച്ചിടേണ്ട ഓർഡർ ഉണ്ട്. തമിഴ്നാട് പോലീസിന് വെടിവെക്കേണ്ട ഓർഡർ ഉണ്ട്. അത് കേരള പോലീസിന് ഇല്ല. എന്റെ ജില്ല കന്യാകുമാരിയാണ്, ഞാൻ തമിഴ്നാട്. എന്റെ ആധാറൊക്കെ കൊടുത്താൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ ഗ്രാവിറ്റി മറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊത്തത്തില് തമിഴ്നാട് ആധാർ വെച്ചിട്ട്, എന്റെ ആധാർ വെച്ച് രജിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ കൊണ്ട് യഹിയുടെയും റിയാസിന്റെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് മിസ്സിംഗ് ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻകൗണ്ടർ എവിടെ കിട്ടിയിട്ട് വെടിവെക്കാൻ ഓർഡർ. ദുബായിലല്ല, അമ്മച്ചിയുടെ ഏത് ഉഗാണ്ടത്തിൽ പോയാലും വെടിവെച്ച് കൊല്ലാൻ ഓർഡറാണ്. അത് എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടത് പറ്റത്തില്ല. പിന്നെ ഈ വോയിസ് കേൾക്കുന്ന വ്യക്തികൾ നെഗറ്റീവ് കമന്റ്സ് ഇടാതെ പോസിറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ തിരിച്ച് ഈ ഗ്രൂപ്പിൽ തന്നെ ഇടുക. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഞാൻ കൂടെ സപ്പോർട്ട് ഉണ്ടാവും. കാര്യം ഇപ്പൊ എനിക്ക് എന്താ ആവശ്യം? എനിക്കിപ്പോ അത്രമാത്രം പെട്ട് ഞാൻ കിടക്കുകയാണ്. എന്നെ പോലുള്ള നിങ്ങളും പെട്ട് കിടക്കുകയാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് മനസ്സിലായില്ലേ? എന്നെ പോലെ തന്നെ നിങ്ങളും പെട്ട് കിടക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ ലീഡർമാരെയൊന്നും ബുദ്ധിമുട്ടി കാര്യമില്ല. എടുക്കേണ്ടത് റിയാസിനെ എടുക്കേണ്ട വഴി നോക്കുക. പോലീസ് കേസിന് പോകരുത്. ദയവ് ചെയ്ത് കേരള പോലീസ് പോയിട്ട് ഒരു കാര്യമില്ല. ആ ഒരു പൈസ കൊടുത്തപ്പോ സെറ്റ് ആക്കിയിട്ടുണ്ട്. തരിക, ഇങ്ങോട്ടാ. തമിഴ്നാട് കൊടുക്കാം. എന്റെ സ്ഥലം തമിഴ്നാട്, കന്യാകുമാരി. നാരോട് DGP ഞാൻ കൊടുക്കാം. എന്റെ എത്ര ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എൻകൗണ്ടർ തൂക്കി കൊണ്ടുപോകും. அந்த വീട് കയറി നിറങ്ങും. തമിഴ്നാട് പോലീസ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. കയറി നിറങ്ങിയിട്ട് പോകും. ഒരൊറ്റ അക്കൗണ്ട് പോലും വെച്ചിരിക്കില്ല അവന്മാര്. അതും കൂടെ ഞാൻ ഇപ്പൊ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്റെ ലീഡർ ഇപ്പൊ ഇതിനകത്തുണ്ട്, ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞില്ലേ, ഷൊർണൂരിലെ ശ്രീനിവാസ് സാറാണ്. ബന്ധപ്പെട്ട് നിങ്ങൾ കേരളത്തിൽ കൊടുത്തിട്ട് കേരളത്തിൽ പോലീസ് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. തമിഴ്നാട്ടിൽ എടുത്തുകൊണ്ട് പോവാം, ചുമന്നുകൊണ്ട് പോവാം. എന്നാൽ ഇപ്പോഴത്തെ ഈ പാകിസ്ഥാൻ ആക്രമണം കൂടെ ആയതുകൊണ്ട് യവന്മാരെല്ലാം തലപ്പത്ത് മൊത്തം മുസ്ലിങ്ങളാണ്. നമ്മൾ ജാതീയ വർഗീയത പറയുന്നതല്ല. ഒരിക്കലും വർഗീയത പറയുന്നത്, ഞാൻ എല്ലാ കൂട്ടത്തിൽ പോകുന്ന വ്യക്തിയാണ്. ഞാൻ മുസ്ലിം പള്ളിയിൽ പോവും, ക്രിസ്ത്യൻ പള്ളിയിൽ പോവും, ഹിന്ദുവിലും എല്ലാത്തിനും പോകുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പറയുന്നില്ല. പക്ഷെ യവനെ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിയാസിനെ അറിയില്ല, യഹിയത്തിനെ അറിയാം. എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ വല്ല മാർഗമുള്ളൂ. എൻകൗണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ തൂക്കും. അവര് തൂക്കും. ഗവൺമെന്റ് അല്ലേ? എനിക്ക് യഹിയത്തിന്റെ ഫോട്ടോ കയ്യിലുണ്ട്. ഇപ്പൊ നാളെ തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ട തൂങ്ങുമല്ലോ. എടുത്തോണ്ട് ചുമന്നുകൊണ്ട് എടുത്തൂല്ലേ? കുടുംബ എത്ര ആസ്തിയാ അവന്റെ ഒക്കെ മണ്ടയ്ക്ക് ആസ്തി വെച്ചിട്ടുണ്ട്. എല്ലാ മണ്ടകളുടെ ആസ്തി മൊത്തം എല്ലാം കൂടെ ചുമന്നഞ്ഞു കൊണ്ടുവരും.
താല്പര്യമുള്ള വ്യക്തികൾ ബഹുമാനമായിട്ട് ഇതിലേക്ക് മെസ്സേജ് ഇടുക. ഓക്കെ.